ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ബ്രെഡും ഏത്തയ്ക്ക സ്റ്റഫ് ചെയ്തുണ്ടാക്കുവാണ്. ഇവിടെ ഞാൻ ഏത്തയ്ക്ക ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് ഇനി നമുക്കിത് ഒന്ന് നെയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കാമേ. ഞാനിവിടെ കുറച്ച് ഘീ ഒഴിക്കുവാണ്. പാൻ ചൂടാക്കി ഘീ ഒഴിച്ചു, 1 സ്പൂൺ ഘീ. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത ഏത്തയ്ക്ക അതിനകത്തോട്ട് ഇടുവാന്നേ. ഇതിന് മേലെ കുറച്ച് പഞ്ചസാര ഒന്ന് ഇടുവാന്നേ. പഞ്ചസാര ഇട്ടതൊന്ന് കളർ കിട്ടാൻ വേണ്ടിയാണേ. അങ്ങനെ നമ്മുടെ ഏത്തയ്ക്കയും നെയ്യും ഇച്ചിരി പഞ്ചസാരയും ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി ഫ്രൈ ചെയ്തിട്ടില്ല, ലൈറ്റായിട്ട്. ഇവിടെ ഞാൻ 4 സ്പൂണ് പഞ്ചസാര, 50 ഗ്രാം ബട്ടർ, 1 സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിക്കകത്തൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വരാമേ. അതിനകത്ത് ഞാൻ 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ബട്ടർ, പഞ്ചസാര, 1 സ്പൂൺ കോൺഫ്ലോർ എല്ലാം കൂടി നല്ലപോലെ മിക്സിക്കകത്ത് മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ഏത്തയ്ക്ക അത് മിക്സിക്കകത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാമേ. അതിനകത്ത് ഞാൻ ഒരു ഏലക്ക ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഏലക്ക പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ഏത്തയ്ക്ക അരച്ചിട്ട് വന്നേ. ഇതെൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ മെത്തേഡിലാണ് ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട്, നല്ല ടേസ്റ്റാണ്. ഏത്തയ്ക്ക ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. മിക്സിക്കകത്ത് നമ്മൾ അരയ്ക്കുമ്പോൾ ഇതുപോലെ ഇരുന്നാൽ മതി. ഇവിടെ ഞാൻ 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു ലെയറിൽ ഞാൻ ഏത്തയ്ക്ക അപ്ലൈ ചെയ്തു. അതിൻ്റെ മുകളിൽ ബട്ടർ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബട്ടറും പഞ്ചസാരയും എല്ലാം കൂടി അതിനകത്ത് വേണം നിങ്ങൾക്ക് ഇച്ചിരി ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇടാമേ. അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്തു. ഇതുപോലെ ഫ്രൈങ് പാനിനകത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുവാണേ. അങ്ങനെ നമ്മുടെ ഏത്തയ്ക്ക ബ്രെഡ് സ്റ്റഫ് റെഡി. ഏത്തയ്ക്ക ബട്ടർ. അടിപൊളിയാണേ, സൂപ്പർ. Thanks for watching my video. Please like, share and subscribe my channel. Thank you.